എന്റെ സദസ്സിന് വന്ദനം. ഞാനൊരു കഥ പറയാം. ആരുടെ കഥ? നമുക്ക് ആരുടെ കഥ പറയാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രിയപ്പെട്ടവരുടെ കഥ. അങ്ങനെ ഹൃദയം കൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കഥയാണിത്. കഥയുടെ പേരെന്താണെന്നറിയാമോ? ഒരു കുഞ്ഞൻ പെൻസിൽ പൂവ്. എനിക്കൊരു പെട്ടി നിറയെ കളിപ്പാട്ടമുണ്ട്. കളർ പെൻസിൽ പീസുകളും റിങ്ങുകളും ചിങ്ങിനി വണ്ടികളും അങ്ങനെ പലതും. ഓരോ യാത്രയിലും അച്ഛൻ കൊണ്ടുവരുന്നതാണ് ഇതൊക്കെ. ചിലതൊക്കെ സമ്മാനമായി കൊണ്ടുതന്നതാണ്, ചിലതൊക്കെ ഞാൻ കരഞ്ഞു വാങ്ങിച്ചവയും. അങ്ങനെ വാശി പിടിച്ച് വാങ്ങിച്ചതിനേക്കാൾ സമ്മാനം കിട്ടി കളിപ്പാട്ടത്തിനാണ് കൂടുതൽ നിറവും ഭംഗിയുമെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ എല്ലാത്തിനോടും ഒരു നേരം കഴിഞ്ഞാൽ ഇഷ്ടം കുറയും. എന്നാൽ ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഒരു കളിപ്പാട്ടമുണ്ട് എനിക്ക്. എൻ്റെ സമ്മാനപ്പെട്ടിയിൽ ഏറ്റവും നിറമുള്ള, കാണാൻ ചേരുള്ള ഒരു കുഞ്ഞൻ പെൻസിൽ പൂവ്. അതെന്ത് പൂവെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? എൻ്റെ കൈവിരലിനൊപ്പം മാത്രം വലിപ്പമുള്ള ഒരു കുഞ്ഞൻ പെൻസിൽ. അതിൻ്റെ തലയറ്റത്ത് പിടിച്ചു തിരിച്ചാൽ അതിൻ്റെ തലയിൽ നിന്നും ഒരു പൂവിരിഞ്ഞു വരും, ഒരു മഞ്ഞ പൂവ്. ഈ കളിപ്പാട്ടം എവിടെ നിന്ന് കിട്ടി, ആര് തന്നു എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് അച്ഛൻ പറഞ്ഞു തന്നതാണ് കഥ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ അതിർത്തിയിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന കാലം. അതിർത്തിയിൽ കടുത്ത യുദ്ധം നടക്കുകയാണ്. യുദ്ധം എന്ന് കേട്ടാൽ എനിക്ക് ഭയമാണ്. ഉറക്കം വരാത്ത രാത്രിയിൽ പേടി സ്വപ്നമാണ്. മനുഷ്യത്വമുള്ളവർക്ക് യുദ്ധത്തിന്റെ ഭീകരത മനസ്സിലാവൂ. അല്ലാത്തവർക്കൊക്കെ യുദ്ധം സിനിമ പോലെ കണ്ടും കേട്ടുമിരിക്കാൻ രസമുള്ള ഒരു വാർത്ത. വിഷയത്തിലേക്ക് വരാം. യുദ്ധമുള്ള ഒരു കാലത്ത് സയാനം ഒരു കുഞ്ഞു ഗ്രാമത്തിനു മുകളിൽ അവിടെയുള്ള കുഞ്ഞൻ വീടിനേക്കാൾ വലിപ്പമുള്ള ഒരു ബോംബർ വിമാനം വന്നു പതിച്ചു. തീയും പുകയും പടർന്നു. ഗ്രാമം വിറച്ചു. മനുഷ്യജീവനുകൾ ചിന്നി ചിതറി. പാതി ജീവൻ കിട്ടിയവർ ആവും വിധം പാഞ്ഞു. അതിൽ ഒരാളാണ് അവളെ കണ്ടത്. ഒരു കുഞ്ഞു മാലാക കുട്ടിയെ പോലെ ഒരു പെൺകുട്ടി. ഓട്ടത്തിനിടി അവളെയും വാരിയെടുത്തു. തളർന്നു വീഴം വരെ പാഞ്ഞു. ആശുപത്രിയിലെ മുരുകന്മാരാന്റെയും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആശുപത്രിയിലെ അച്ഛൻ്റെ ടേബിളിലെത്തും വരെ ആ കുഞ്ഞു മാലാക കുട്ടിക്ക് ആയുസുണ്ടായിരുന്നു. നെഞ്ചിൽ നേരിയ തുടിപ്പ്, കൺതടത്ത് ചെറിയൊരു മിന്നലാട്ടം. അച്ഛൻ പ്രതീക്ഷയോടെ പരിശോധിച്ചു. ഒരു കൈ എങ്ങോ ചിതറിപ്പോയിരുന്നു. അച്ഛൻ ഇടത്തെ കൈയെടുത്ത് പിടിച്ച് പരിശോധിച്ചു. യുദ്ധത്തിലെ ആയിരക്കണക്കിന് കഥകൾ അവസാനിച്ചതുപോലെ ഈ ജീവന്റെ കഥയും ആരും അറിയാണ്ട് ഇതാ അവസാനിച്ചിരിക്കുന്നു. ആ കുഞ്ഞു മാലാക കുട്ടി എങ്ങോ അകന്നു പോയിരിക്കുന്നെന്ന് അച്ഛൻ മനസ്സിലാക്കി. അപ്പോഴാണ് അച്ഛൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അനക്കം നിലച്ചു പോയ ആ കുഞ്ഞു വിരൽക്കിടയിൽ ആർക്കോ കരുതി വെച്ചതുപോലെ ഒരു കടലാസ് മുറുകെ പിടിച്ചേക്കുന്നു. അത് കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തു. തുറന്നു നോക്കി. ഒരു കുഞ്ഞു പെൻസിൽ പൂവും ഒരു എഴുത്തും. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എനിക്കിത് സമ്മാനം കിട്ടിയതാണ്. ബാക്കി എഴുതാൻ പുസ്തകമില്ല, ഇരിക്കാൻ സ്കൂളുമില്ല. മറ്റാർക്കെങ്കിലും സമ്മാനമായി നൽകാനാണ് എനിക്കിഷ്ടം. ആരുടെ കയ്യിലെത്തിപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ആരുടെ കയ്യിലെത്തിയാലും സന്തോഷം. ഈ കഥ പറയുമ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കുഞ്ഞു പെൻസിൽ പൂവ് എൻ്റെ കയ്യിൽ തരുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് അവളെ അറിയുന്ന ഒരാളുടെ കയ്യിലല്ലേ എത്തേണ്ടത്. പക്ഷെ അവളെ അറിയുന്ന ആ ഒരു ഗ്രാമത്തിൽ ബാക്കിയില്ലായിരുന്നു. എല്ലാവരും മരിച്ചിരിക്കുന്നു, എല്ലാം തകർത്തിരിക്കുന്നു. യുദ്ധം എത്ര സങ്കട കഥകൾക്കാണ് തുടക്കം കുറിച്ചത്. യുദ്ധം എത്ര സന്തോഷ നിമിഷക്കാണ് അന്ത്യം കുറിച്ചത്. ഉണ്ടാവുമെന്നറിയില്ല. എന്നാലും യുദ്ധമില്ലാത്തൊരു ലോകം പുലരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.